ഗോൾഡൻ ഫുട് പ്രിൻസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഒരു പുരോഹിതൻ മറ്റുള്ളവർക്കായി നൽകുന്ന പ്രബോധനങ്ങളിൽ ഏറ്റവും തീക്ഷ്ണമായത് നീ ഒരു വിശുദ്ധനാകണം, നീ ഒരു വിശുദ്ധയാകണം എന്നുള്ളതാണ്. എന്നാൽ ഇതേ പ്രബോധനം സ്വന്തം ജീവിതത്തിൽ ആവർത്തിച്ച് ചൊല്ലുന്ന, അതായത് ഞാനൊരു വിശുദ്ധനാകണം, എനിക്കൊരു വിശുദ്ധനാകണം എന്ന് ആവർത്തിച്ച് ചൊല്ലുക മാത്രമല്ല, അതിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരു വൈദിക ശ്രേഷ്ഠനെയാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. അത് മറ്റാരുമല്ല, പാലാ രൂപതയുടെ വിവിധ പ്രീസ്റ്റ് ഹോമുകളിൽ ഒന്നായ മാർ അപ്രയം പ്രീസ്റ്റ് ഹോമിൻ്റെ ഡയറക്ടർ തന്നെയായ റവറൻ ഫാദർ അഗസ്റ്റിൻ തെരുവത്തച്ഛനാണ്. വിശുദ്ധനാകാൻ ആഗ്രഹിക്കുന്ന വിശുദ്ധനായ ഒരു വൈദികൻ്റെ വിശേഷങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അച്ഛാ, അച്ഛാ, കുടുംബത്തെ പറ്റിയും അച്ഛൻ്റെ ബാല്യകാലത്തെ പറ്റിയൊക്കെ ഒന്ന് സംസാരിക്കാമോ? എൻ്റെ ചെറുപ്പകാലം, അതായത് ഞാൻ ജനിച്ചു വളർന്നത് പാലക്കാട്ടുമല സ്ഥലത്താണ്. എൻ്റെ ഇടവകപ്പള്ളി ആയിരുന്നത് മരങ്ങാട്ടുപള്ളിയാണ്. എൻ്റെ മാമുദിസയൊക്കെ മരങ്ങാട്ടുപള്ളിയിലായിരുന്നു. പ്രാരംഭ വിദ്യാഭ്യാസം LP സ്കൂള് പാലക്കാട്ടുമലയും ഹൈസ്കൂൾ വിദ്യാഭ്യാസം മരങ്ങാട്ടുപള്ളിയിലുമായിരുന്നു. സെൻറ് തോമസ് ഹൈസ്കൂള്. അവിടെ എത്ര പേരായിരുന്നു? ഞങ്ങൾ 6 മക്കളാണ്. 4 ആണുങ്ങളും 2 പെണ്ണുങ്ങളും. ഒരാൾ സിസ്റ്ററായിരുന്നു, മരിച്ചുപോയി. ബാക്കി മൂത്ത ജ്യേഷ്ഠനും മരിച്ചുപോയി. ബാക്കി ഞങ്ങൾ 4 പേര് ഇപ്പോഴുണ്ട്. ചാച്ചനും അമ്മച്ചിയൊക്കെ മരിച്ചുപോയി. തോമസ് ആണ് അപ്പൻ്റെ പേര്, ഏലിയാമ്മ അമ്മയുടെ പേര്. അച്ഛൻ എത്രാമത്തെ ആയിരുന്നു? ഞാൻ 5ാമത്തെ ആയിരുന്നു. എൻ്റെ ഇളയത് ഒന്നേ ഉള്ളൂ. എൻ്റെ ഇളയത് ആൺകുട്ടിയാണ്. പുള്ളി ടീച്ചറായിട്ട് റിട്ടയർ ചെയ്തിരിക്കുകയാണ്. എനിക്ക് ചെറുപ്പം മുതലേ ഒരു വിശുദ്ധനാകണമെന്നൊരാഗ്രഹമായിരുന്നു. അങ്ങനെ ഒരു ആശയം കിട്ടാൻ കാരണം, സ്കൂളിൽ വെച്ചുള്ള വാർഷിക ധ്യാനത്തിലൊരു അച്ഛൻ പറഞ്ഞു, വിശുദ്ധനാകണമെങ്കിൽ മുള്ളരഞ്ഞാണം ധരിക്കണം, ചമ്മട്ടി കൊണ്ട് അടിക്കണം, അതിലൂടെ വിശുദ്ധി നേടാൻ സാധിക്കും. അപ്പം ഞാൻ അത് ധ്യാനം കേട്ട് വീട്ടിൽ വന്ന് ഉള്ളംകാലം വരയുകയും, അങ്ങനെ അത് ഒരു 11-12 വയസ്സുകാരായിരുന്നു. അപ്പം ആ സമയത്ത് ഇത് കണ്ട് മാതാപിതാക്കൾ അല്പം ചോര വന്നു, എന്നെ വഴക്ക് പറഞ്ഞു. തീഷ്ണതയായിരുന്നു. എന്നാൽ സെമിനാരി പോകണം, അച്ഛനാകണം എന്നുള്ള ചിന്തയില്ല, വിശുദ്ധനാകണം ഒരു വലിയ ആഗ്രഹമാണ്. ഈ ഡൊമിനിക് സാവിയോ എൻ്റെ വലിയൊരു മാതൃകയായിരുന്നു. ചെറുപ്പത്തിലെ വിശുദ്ധനായ ഒരു വിശുദ്ധനാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ വളർന്നു. SLC പൂർത്തീകരിച്ചു. കോളേജ് പഠനം ഒഴൂർ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലായിരുന്നു. അങ്ങനെ ഡിഗ്രി 3ാം വർഷമായപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ചിന്ത വന്നു, ഒരു വൈദികനാകണം. അപ്പോൾ അത് എൻ്റെ ഇടവികാരിയോട് ഞാൻ പറയുകയും, പ്രത്യേകിച്ചൊരു കാരണമായിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ച് നോക്കിയപ്പോൾ അങ്ങനെയൊന്നുമില്ല. പെട്ടെന്നൊരു വിളി, ഇനി അച്ഛനാകണം, ഒരു വൈദികനാകണം. അത് രൂപത അല്ല, ഞാൻ പറയുന്നത് ഈ ക്യാമ്പസ് എന്ന് പറയുന്നത് ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ലോകമാണല്ലോ. അവിടെ വെച്ച് അങ്ങനെ ഒരു തോന്നൽ വന്നു. അതായത് ശരിക്കും ഞാൻ ഇടവികാരിയോട് പറഞ്ഞു. അപ്പോൾ സെമിനാരി തുടങ്ങിയിട്ട് 1 മാസം കഴിഞ്ഞു. വയലിൽ പിതാവായിരുന്നു ബിഷപ്പ്. അപ്പം ഞാനും വികാരിച്ചനോട് വയലിൽ പിതാവിനെ പോയി കണ്ടു. ഞാൻ പറഞ്ഞു, മോനെ 1 മാസമായല്ലോ, എന്നാലും മോനെ ഞാൻ എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മൈനസ്മാരിൽ ചെന്നു. അപ്പോൾ എൻ്റെ ജൂനിയറാണ്, മറ്റുള്ള മാതാപിതാക്കന്മാർക്ക് എതിരില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ചെന്നു. അപ്പോൾ എന്നെ എല്ലാവരും ചേട്ടാ ചേട്ടാന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. കാരണം ഞാൻ ചെറിയ മുതിർന്നതായിരുന്നല്ലോ. കോളേജ് ഡിഗ്രി കഴിഞ്ഞിട്ടാണ്. 3ാം വർഷത്തിലാണ്, ഡിഗ്രി പൂർത്തീകരിച്ചില്ല. അങ്ങനെ മൈനസ്മാരി കഴിഞ്ഞു. ഫിലോസഫി തിയോളജി വടവാത സെമിനാരിയിലായിരുന്നു. അവിടുത്തെ പഠനം കഴിഞ്ഞ് എന്നെ ഇടവകയിലേക്ക് ആക്കിയത്. അപ്പോൾ ഇടവകയിൽ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കേറെ ഞാൻ ശ്രദ്ധിച്ചത് കുട്ടികളെയും യുവതി യുവാക്കളെയാണ്. ആദ്യം അച്ഛൻ ഏത് ഇടവകയിലാണ് പോയത്?
ആദ്യം കാഞ്ഞിരത്താൻ ഇടവകയിൽ കാഞ്ഞിരത്താനം ഇടവക. അത് അസിസ്റ്റന്റ് വികാരിയായിട്ടാണ്. അസിസ്റ്റന്റ് വികാരിയായിട്ട്. ഓക്കെ. അന്നത്തെ കാലത്ത് 77 മാർച്ച് 5-ാം തീയതിയാണ് എൻ്റെ പട്ടം. ഇല്ല, നമ്മൾ ഈ പാസ്റ്റർ സർവീസിന് വരുന്നതിലേക്ക് മുമ്പായിട്ട് അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ല. സെമിനാരി പഠനം കഴിഞ്ഞു, പട്ടം തന്നു, നേരെ ഇടവകയിലേക്ക് പോവാം. അപ്പം ഞാൻ സെമിനാരിലായിരുന്നപ്പം ഒരു തീസിസ് എഴുതിയത് ചൈൽഡ് സൈക്കോളജി ആയിരുന്നു. ഓ, അത് ശരി. നമ്മൾ എന്തെങ്കിലും ഒരു തീസിസ് എഴുതണം ഈ അച്ഛനാകണമെങ്കിൽ അവസാനത്തെ. ഓ, അത് ശരി. അപ്പം എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമായി. അപ്പം കുട്ടികളിൽ അതിന് മറ്റൊരു പശ്ചാത്തലം പറഞ്ഞാൽ എനിക്ക് ഈ ദൈവവിളിക്ക് ഒരു കാരണം എനിക്ക് തോന്നുന്നത് എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും പ്രാർത്ഥനയാണ്. അവര് നല്ല ദൈവഭയം. വൈകുന്നേരം സന്ധ്യാമണി അടിച്ചു കഴിഞ്ഞാൽ കൊന്തയും ഒരു മണിക്കൂർ പ്രാർത്ഥനയുണ്ട്. അത് മുട്ടുമേ നിന്ന് വേണം, അല്ലെങ്കിൽ പുറകെ നടി വരും. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. അപ്പൻ കൈ വിരിച്ച് പിടിച്ചാണ് ഈ കൊന്ത മുഴുവൻ ചെല്ലുന്നത്. ഓ, അത് ശരി. അപ്പൻ്റെ മുട്ടിലെ തഴമ്പൊക്കെ ഞാൻ ഓർക്കുന്നു. ഓ, അത് ശരി. അപ്പോൾ ഒരു അപ്പനെയും വിളിച്ചോണ്ടിരുന്ന ഒരു വിശുദ്ധനായിരുന്നു ആൾക്കാർ. എന്നും പള്ളി കൃഷിയായിരുന്നോ പശ്ചാത്തലം? കൃഷിയായിരുന്നു. വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെയും ഞങ്ങളെല്ലാം വളർത്തി. ആത്മക്കളും എൻ്റെ ജ്യേഷ്ഠൻ ഡോക്ടറാണ്, തെറിയത് അനിയൻ അധ്യാപകനാണ്. അപ്പോൾ വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലം. ഈ അപ്പൻ്റെയും അമ്മയുടെയും പ്രാർത്ഥന രാവിലെ 5 മണിക്ക് എണീറ്റിരുന്ന് കൊന്തയും പ്രാർത്ഥനയുണ്ട്, അപ്പനും അമ്മയും. ശരി, ഒരുമിച്ച് ഒന്നിച്ച് ഞങ്ങളെല്ലാം ഒന്നിച്ചിരുത്തിയാണ് വൈകുന്നേരത്തെ പ്രാർത്ഥന. തുടക്കത്തിൽ തന്നെ പ്രേക്ഷകർക്ക് ഒരു വലിയ ദൂതാണ്. ഇന്ന് നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ നഷ്ടമാകുന്ന ഒരു പ്രാർത്ഥനാനുഭവത്തിൻ്റെ, സ്നേഹത്തിൻ്റെ പങ്കുവെക്കലിനെ കുറിച്ചാണ് അച്ഛൻ പറഞ്ഞു തുടങ്ങിയത്. തീർച്ചയായിട്ടും ഈ ഒരു എപ്പിസോഡ് കഴിയുമ്പോൾ ഇതേപോലെയുള്ള ചില മാതൃകകൾ മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്കും ആരംഭിക്കാം എന്നുള്ളൊരു തീരുമാനം ഉണ്ടാകട്ടെ. ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴും എനിക്കും ജ്യേഷ്ഠനോട് ഒരു പാത്രത്തിലാണ് തരുന്നത്. സ്നേഹത്തോടെ കഴിക്കണം, ഞങ്ങൾ ഐക്യത്തിൽ വളരാനായിട്ട്. അതുപോലെ ഞാൻ പറയുന്നത് ഇവർക്ക് ഇത്രയും ഒരു വിഷൻ, അത് വിദ്യാഭ്യാസം അപ്പൻ്റെ പ്രാർത്ഥന കൊണ്ട് ലഭിച്ചതാണെന്നുള്ളത്. പാവപ്പെട്ടവരെല്ലാം ഒത്തിരി സഹായിക്കുമായിരുന്നു. പാവപ്പെട്ടവരുടെ വലിയ ഒരു പക്ഷം ചേർന്നുള്ളൊരു ജീവിതമായിരുന്നു. അങ്ങനെ ഞാൻ പങ്കുവയ്ക്കലിന്റെ ഒരു പാഠങ്ങൾ ചെറുപ്പം മുതലേ കിട്ടിയതാണ്. അപ്പനും അമ്മയും തമ്മിലുള്ള ജീവിതം വളരെ സ്നേഹത്തോടെ ഒന്നിച്ച് പള്ളിയിൽ പോവുകയും ഒന്നിച്ച് കഴിയുകയും ചെയ്യുന്ന. അത് ഇപ്പോഴും ഞാൻ അച്ഛനായി കഴിഞ്ഞ് വിളിക്കുന്നത് എൻ്റെ അപ്പനും അമ്മയും എൻ്റെ കാണപ്പെട്ട ദൈവം എന്നാണ്. കാരണം അപ്പനും അമ്മയും കാരണമാണ് ഞാൻ വൈദ്യനായതും ഒരു വിശുദ്ധനാകണം എന്നുള്ള ചിന്ത എനിക്ക് വന്നതും അപ്പൻ്റെ അമ്മയുടെ ആ മാതൃകയാണ്. അച്ഛൻ പറഞ്ഞത് മറ്റേ ചേട്ടനും അനിയനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന അത് അമ്മ പറഞ്ഞിരുന്നു, നിങ്ങൾ മരണം വരെ ഒന്നിച്ച്. ഇപ്പോഴും ആ ബന്ധമുണ്ട്. ജ്യേഷ്ഠൻ ജർമ്മനിയിലാണ്, എന്നാലും വന്നു കഴിഞ്ഞാൽ ഇപ്പം വിളിക്കുകയും വലിയൊരു ആത്മബന്ധമാണ് എൻ്റെ ജ്യേഷ്ഠനും ഞാൻ. നമുക്കൊരു സുഖമാണ്. അങ്ങനെ ഞാൻ ആദ്യത്തെ അപ്പോയിൻമെൻ്റ് കാഞ്ഞിരത്താൻ ഇടവകയിലായിരുന്നു. അപ്പം കുട്ടികളെയും യുവതി യുവാക്കളെയാണ് ശ്രദ്ധിച്ചത്. 1977, 78, 79 കാലഘട്ടത്തിലാണ്. അപ്പോൾ സൺഡേ ക്ലാസ്സിൽ എല്ലാ ദിവസവും പോകും, എല്ലാ ക്ലാസ്സുകളുടെയും പോകും. അപ്പോൾ അവിടെയും ഞാൻ പറയുന്നത്, നിങ്ങൾ വിശുദ്ധരാകൂ, ശാസ്ത്രജ്ഞരാകൂ. അത് എനിക്ക് ധ്യാനത്തിലൂടെ ദൈവം വെളിപ്പെടുത്തിയ ഒരു ബോധ്യമാണ്. മരണം വരെ നല്ല സ്വഭാവത്തിൽ ജീവിക്കണം. നിങ്ങൾ അതിൻ്റെ അർത്ഥം അറിയണ്ട. ശാസ്ത്രജ്ഞർ പറഞ്ഞ വിവേകത്തോടെ നിങ്ങൾ പഠിക്കണം, ഗവേഷണ മനസ്സ് വേണം. നിങ്ങൾ വികാരത്തിന് അടിമപ്പെടരുത്. ദേഷ്യപ്പെടുക, അരിശപ്പെടുക, വലിച്ചെറിയുക. എല്ലാ കുഞ്ഞുങ്ങളിലും ഒരു ശാസ്ത്രജ്ഞനുണ്ടല്ലോ, ഈച്ച് ചൈൽഡ് എ സയന്റിസ്റ്റ് എന്ന് പറയാറുണ്ട്. അപ്പം അത് ഞാൻ ഇപ്പോഴും അതെ കുട്ടികളെ കാണുമ്പോൾ പറയും, നിങ്ങൾ വിശുദ്ധരാകണം കേട്ടോ, ശാസ്ത്രജ്ഞരാകണം. അപ്പം അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. സാവകാശം നിങ്ങൾക്ക് ദൈവം ബോധ്യപ്പെടുത്തി തരും. അപ്പം ഈ ഉഴപ്പുകയോ അല്ലെങ്കിൽ അലമ്പുണ്ടാക്കുകയോ ഒന്നും ചെയ്യല. ആ ഒരു ചിന്തയുണ്ട് എൻ്റെ മനസ്സിൽ. അപ്പോൾ പിന്നെ ഉച്ച കഴിഞ്ഞ് ഞായറാഴ്ചകളിൽ എല്ലാ ഞായറാഴ്ചയും യുവതി യുവാക്കളെ സംഘടിപ്പിച്ച് 10, 70, 80 യുവതി യുവാക്കൾ അന്ന് വരും. ഞാൻ ക്ലാസ് എടുക്കും. വർക്ക്ഷോപ്പ് പോലെയുള്ള പരിപാടിയുണ്ട്. ഞാൻ സെമിനാരിൽ നിന്ന് കിട്ടിയ ബോധ്യമാണ്. പിന്നെ അവർക്ക് വേണ്ടി പ്രത്യേക കുർബാനയുണ്ട് അന്ന്. അവർക്ക് വേണ്ടി തന്നെ കുർബാനയില്ല. ഉച്ചക്കുർബാനയും ബാക്കി എല്ലാം ഉണ്ട്. ഈ യുവതി യുവാക്കൾക്ക് വേണ്ടി മാത്രമായിട്ട്. അത് സന്ധ്യ 6, 7 മണി വരെയും ചിലപ്പോൾ അങ്ങോട്ട് നീണ്ടുപോകും. ചർച്ചകളും ഇതല്ല.
അങ്ങനെ ഈ യുവതി യുവാക്കളെ സംഘടിപ്പിക്കാനും കുട്ടികൾക്ക് നല്ല പ്രോത്സാഹനം കൊടുക്കാനും ഞാൻ ഏറെ ശ്രദ്ധിക്കുന്നു. ശ്രദ്ധിക്കുമായിരുന്നു. ഇടവകയിലായിരുന്ന സമയം. അല്ല, അതൊരു വലിയ കാര്യമല്ലേ, യുവാക്കളെ പള്ളിയോട് ചേർത്ത് നിർത്തുക. ആ. പിന്നീട് ഞാൻ അസിസ്റ്റന്റ് വികാരിയായ രാമപുരത്താണ്. അവിടെ ഞാൻ 1 വർഷം ഇരുന്നുള്ളൂ. അപ്പോൾ എന്നെ വികാരിയായിട്ടൊരു പള്ളിയിലോട്ട് വിട്ടു. ഓ. അപ്പോൾ ആ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ പുതിയ ഇടവകയായതേ ഉള്ളൂ. 1 വർഷമേ ആയുള്ളൂ ഇടവകയായിട്ട്. സിമിത്തേരി ഇല്ല, ആ, അത് ശരി. പള്ളിയില്ല. അതെ അതെ. അത് ഉദയഗിരി. ആ, ഉദയഗിരി. ആ പള്ളി ഞാനാ പണിയിച്ചത്. ഓ, അത് ശരി. ആ സിമിത്തേരി ഞാനാ ഉണ്ടാക്കിയത്. ആ, ആ, അവിടെ വലിയൊരു കൂട്ടായ്മയുണ്ടായി. ആ. അപ്പോൾ വലിയ പൈസയൊന്നും സാമ്പത്തികമായിട്ട് ഇല്ലാത്ത ഒരു പ്രദേശമാണ് ആ കാലഘട്ടത്തിൽ. അപ്പോൾ എല്ലാവരുടെ സഹകരണത്തോടെ നിർബന്ധമായ ഒരു പിരിവുമില്ല. ആ, അത് ശരി. അപ്പോൾ ഈ കല്ലൊക്കെ പൊട്ടിച്ചൊരിച്ചിരി അകലെയാണ്. അപ്പോൾ ഈ കല്ല് ഒരു 3-4 നട കൊണ്ടുവന്ന് ചുവന്ന് ഈ സൈറ്റിൽ ഇട്ടിട്ടാണ് കുർബാന ആരംഭിക്കുന്നത്. അച്ഛൻ തന്നെ ചുവന്നത്. ഞാൻ മുന്നിൽ ഒരു കല്ലെടുത്തോട്ട് പോകും. പിന്നെ ബാക്കിയുള്ള ബാക്കിയുള്ള പുറകെ പോകും. അത് കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകനും ഹൈസ്കൂളിൽ ഹെഡ് മാസ്റ്ററും ഉൾപ്പെടെ എല്ലാവരും, സ്ത്രീകളും പുരുഷന്മാരും, അങ്ങനെ എല്ലാവരുടെ സഹകരണത്തോടെയാണ്. അപ്പൊ അതായത് ഞങ്ങളുടെ പള്ളി അല്ലേ എന്നുള്ളൊരു വികാരം അവർക്കുണ്ട്. ഇപ്പോഴും ആ ഒരു ബന്ധം എനിക്കുണ്ട്. ശരി. പിന്നീട് പിന്നെ പള്ളി അങ്ങനെ 4 വർഷം കൊണ്ട് അത് പണി പൂർത്തീകരിച്ചു. 5 വർഷം കഴിഞ്ഞ് ഞാൻ വേറൊരു പള്ളിയിലോട്ട് എന്നെ പള്ളി പണിയാൻ വിട്ടു. എല്ലാം കഴിഞ്ഞു, എല്ലാം വെഞ്ചരിച്ച് കഴിഞ്ഞു പോയി. അപ്പം അടുത്ത പള്ളിയിലോട്ട് കയ്യൂരോട്ടാണ് എന്നെ വിട്ടത്. മലമുകളിൽ അവിടെ പള്ളി പണിയാന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ആത്മീയതയ്ക്ക് അല്പം മങ്ങലേറ്റു. പണം എങ്ങനെ ഉണ്ടാക്കാം, പണിക്കാരോട് എങ്ങനെ ഇച്ചിരി ദേഷ്യപ്പെടേണ്ടൊക്കെ വന്നു. അപ്പം ഞാൻ ഒരു തീരുമാനത്തിലെത്തി, ഇനി പള്ളിപണിയില്ല, മനുഷ്യ ഹൃദയങ്ങളിൽ പള്ളി പണിയാം. പിന്നെ ഞാൻ ജനങ്ങളിലാണ് ശ്രദ്ധിച്ചത്. ഇതും ഒരു ദൂതായിട്ട് നമുക്ക് എടുക്കാം. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അതൊക്കെ നമുക്ക് ആവശ്യമാണ്. എങ്കിലും അങ്ങനെ ഒരു ബോധ്യം, ഞാൻ പണിയേണ്ടത് മനുഷ്യ ഹൃദയങ്ങളിലാണ് പള്ളി പണിയേണ്ടത്, ദേവാലയങ്ങൾ അതെ, ഒരു വലിയ ബോധ്യം. അതിൽ അച്ഛൻ ഉറച്ചു നിന്നോ? പിന്നീട് അതിൽ ഉറച്ചു നിന്നു ഇന്ന് വരെ. പിന്നെ ഞാൻ ചെറിയ ചെറിയ മരാമത്ത് പണികളൊക്കെ അത്യാവശ്യ പണികളല്ലാതെ വേറെ ആ ഒരു കാലഘട്ടത്തിൽ 86-90 കാലഘട്ടത്തിൽ തിരുവനന്തപുരം ബിഷപ്പായിരുന്ന സുസൈവാക്യം പിതാവ് പാലായി വന്ന് പുതിയ രീതിയിലുള്ള ഒരു പ്രാർത്ഥനാ ശൈലി പരിശീലിപ്പിച്ചു. അതിന് ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ബേസിക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് അതിന് ഒരു പേരായിട്ടുള്ളത്. അടിസ്ഥാന ക്രൈസ്തവ സമൂഹത്തെ രൂപപ്പെടുത്തുക. ഇപ്പോൾ അന്നുണ്ടായിരുന്ന പ്രാർത്ഥനാ കൂട്ടായ്മ ഉണ്ട്, അത് സാധിക്കുകയില്ല എന്നുള്ള ചിന്തയിൽ അതിന് വേറൊരു പേരൂടെ പിതാവ് വന്ന് പറഞ്ഞു ഓർക്കുന്നത് 7 സ്റ്റെപ്പ് പ്രെയർ എന്നാണ്. ആ 7 പടികൾ കയറിയാണ് ആ പ്രാർത്ഥന പൂർത്തീകരിക്കുന്നത്. അപ്പോൾ അത് എന്നെ ആ ഒരു സെമിനാർ നടത്തി 3-4 ദിവസത്തെ ഒരു സെമിനാറായിരുന്നു. ആ പരിശീലനമൊക്കെ തന്നു. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് ഞാൻ പിന്നീടുള്ള ഇടവുകളിലെല്ലാം അത് അപ്ലൈ ചെയ്തു. ഒരു കാര്യം മനസ്സിലായി, ഇടവക സജീവമായിട്ട് നിൽക്കും. ഇടവക ജനങ്ങളെ പെട്ടെന്നൊന്ന് പറഞ്ഞാൽ, ആദ്യമേ നമ്മൾ ഒരു ഇടവക 15-16 കുടുംബങ്ങളായിട്ട് തിരിക്കുക. അതൊരു യൂണിറ്റാണ്. ആ ഒരു യൂണിറ്റിൽ നിന്ന്, ഓരോ യൂണിറ്റിൽ നിന്നും 5 പേരെ ഭാരവാഹികളായിട്ട് തിരഞ്ഞെടുക്കും. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, ട്രഷറർ. അപ്പം അവരെ എല്ലാം തിരഞ്ഞെടുത്ത് കഴിഞ്ഞ് അവർക്കൊരു ഫോർമേഷൻ കൊടുത്തു. ഒരു 5-6 പ്രാവശ്യമായിട്ട് ഇതെങ്ങനെ പ്രാർത്ഥന നടത്തണം, അവർക്ക് പരിചയമില്ല. അപ്പോൾ ഈ പുതിയ രീതിയിലുള്ള പ്രാർത്ഥന എങ്ങനെ നടത്തണമെന്ന് അവർക്ക് പരിശീലനം കൊടുത്തിട്ട് പ്രാർത്ഥന ആരംഭിച്ചു. അത് ഒരു വീട്ടിൽ ബാക്കി 14 വീട്ടിലെ ആൾക്കാർ ഒന്നിച്ചു ചേർന്നു. അപ്പോൾ ആ കുടുംബനാഥനാണ് നാഥയാണ് പ്രാർത്ഥനയുടെ ആരംഭം. ഇത്രയേ ഉള്ളൂ: പ്രാർത്ഥനയ്ക്ക് വന്ന എല്ലാവരും യേശു നാമത്തെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പ്രാർത്ഥന നടത്തേണ്ട പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ആ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും സമർപ്പിക്കും. ആ പേര് പറഞ്ഞ് എല്ലാവരും സമർപ്പിക്കും. പിന്നെ വന്നിരിക്കുന്ന കുടുംബങ്ങളിലെ നാഥന്മാർ അങ്ങനെ പൊതുവായിട്ട് പറഞ്ഞ് അവരെ എല്ലാം അവതരിപ്പിക്കും. അങ്ങനെ അവർ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പിന്നീട് സുവിശേഷം വായിക്കുന്നതിന് മുമ്പുള്ള ഒരു ഗാനം ആലപിക്കും. പിന്നെ പ്രധാനമായും സുവിശേഷ വായനയാണ്. അതൊരു ഭാഗം നേരത്തെ തിരഞ്ഞെടുക്കും. ആ തിരഞ്ഞെടുത്ത ഭാഗം 2 പേര് വായിക്കും. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, എല്ലാവരുടെയും മനസ്സിൽ ആ വായിച്ചത് പതിയാൻ വേണ്ടിയാണ്. അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ എല്ലാവരും സ്വസ്ഥമായിരുന്നു. 1 മിനിറ്റ് മൗനമായിരുന്നു. അതിനുശേഷം
ഈ ലീഡർ ഓരോരുത്തരോടും ചോദിക്കുക ഏത് വാക്കാണ് വായിച്ചതിൽ ഹൃദയത്തെ സ്പർശിച്ചത്. അപ്പോൾ എല്ലാവരും ചുരുക്കം ചിലരോട് ശ്രദ്ധിക്കാതിരുന്നവർ പറയാതിരിക്കും. ഈ ലീഡർ ആത്മായരാ അച്ഛനും എങ്ങനെ അവിടെ മാറി നിൽക്കുകയുള്ളൂ, ഇതെങ്ങനെയാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പം അത് പിന്നെ എല്ലാവരും പറഞ്ഞു കഴിയുമ്പോൾ പൊതുവായിട്ട് 3-4 ആശയമായിട്ടും വരുന്നത്. അപ്പോൾ ഈ ഒരു ആശയം പിന്നീട് ഇതാണ് ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ സവിശേഷത, ഒരു പ്രവൃത്തിയാക്കണം ഈ ആശയം. ഒരു ഉദാഹരണം പറയാം. അതായത് ഇപ്പോൾ സ്നേഹമാണെന്ന് വിചാരിക്കുക. പൊതുവായിട്ട് 3-4 ആശയത്തിൽ നിന്ന് പ്രധാനമായ ആശയം എടുത്തത് സ്നേഹം. അപ്പോൾ ഈ സ്നേഹം എങ്ങനെയാണ് പ്രവൃത്തി? പലരോട് ചോദിക്കുക ഒരു പ്രവൃത്തി എങ്ങനെയാണ് ഉണ്ട്. പലരും സഹായിക്കുക, അങ്ങനെയൊക്കെ ഓരോന്ന് പറയും സ്നേഹത്തിന്. അപ്പം അത് ശരിയല്ല എന്ന് തോന്നിയ അപ്പോഴും അച്ഛൻ്റെ ഇടപെടലായി. അപ്പോൾ അച്ഛൻ പറയും എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു രോഗിയെ അടുത്ത പ്രാർത്ഥനാ കൂട്ടായ്ക്ക് മുമ്പായിട്ട് ഒരു രോഗിയെ സന്ദർശിക്കുക. ഭവനത്തിലോ ആശുപത്രിയിലോ പോയി. സ്നേഹത്തിന്റെ ഒരു പ്രവൃത്തിയായി. സ്നേഹത്തിന്റെ ഒരു പ്രവൃത്തിയായി. ഇതിന് ഞാൻ കൊടുക്കുന്ന ഒരു പേര് ഈ പ്രാർത്ഥനയ്ക്ക് ജീവിതഗന്ധിയായ പ്രാർത്ഥന. മറ്റേത് നമ്മളെല്ലാം ചെല്ലി തീർക്കുകയാണ്. ഇത് എടുത്ത തീരുമാനം പ്രവൃത്തിയെ കൊണ്ടുവരണം. ഓരോ പ്രാർത്ഥനാ കൂട്ടായ്മയിലും എല്ലാ ആഴ്ചയിലും കൂടുമായിരുന്നു. അതിൽ പ്രവൃത്തി എടുത്തു. പിറ്റേ പ്രാർത്ഥന കൂട്ടായ്മ വരുമ്പോൾ ചോദിക്കും എല്ലാവരോടും ഈ റിപ്പോർട്ട് അവതരിപ്പിച്ചു. എല്ലാ ആഴ്ചയിലും ഉണ്ട്. തുടങ്ങിയപ്പോൾ എല്ലാ ആഴ്ചയിലും അവർ മാറി മാറി ഓരോ വീട്ടിൽ കൂടെ വരും. ഒരു 2.5 മാസമൊക്കെ ആകുമ്പോൾ വീണ്ടും ഒരു കംപ്ലീറ്റ് ആവും. വീണ്ടും എല്ലാം പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു തുടങ്ങിയ കാലത്ത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതെ, പിന്നെ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ അടുത്ത അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ അത് മാസത്തിൽ 1 രീതിയിൽ പോയി. ഞാൻ പറഞ്ഞു ഇത് തന്നെ തുടർന്നു കേട്ടോ. ചെന്നാൽ ഈ രീതിയില കാരണം ഇതെനിക്ക് അത്രയും ക്ലിക്കായി. ഇതിന്റെ ഗുണം ഞാൻ അവസാനം പറയാം. ഇങ്ങനെ നടത്തിയാൽ പിന്നീട് ഒരു തീരുമാനത്തിലെത്തി. എല്ലാവർക്കും ചെയ്യാമോ എന്ന് ചോദിക്കും. എല്ലാവർക്കും കുട്ടികളും എല്ലാം ചെയ്യാമെന്ന് പറയും. ചെയ്യാൻ പറ്റുന്നതേ എടുക്കുകയുള്ളൂ. പിന്നെ എല്ലാവരും സമർപ്പിച്ച മധ്യസ്ഥ പ്രാർത്ഥനയാണ്. അവിടെയും ആ കുടുംബത്തിലെ ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് സമർപ്പിക്കും. പേര് വീട്ടിൽ വെച്ച് പ്രാർത്ഥന നടത്തുന്നു. അപ്പൊ അവര് ആ പേര് നേരത്തെ പഠിച്ചു വെക്കും. ആ വീട്ടിൽ ആരാണ്, ആർക്കെയാണ്, എവിടെയാ പുറത്ത് പഠിക്കുന്നുണ്ടോ, എല്ലാ ഡീറ്റെയിൽസും അത് മനസ്സിലാക്കി വെച്ച്. അത് അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം അതിന് മത്സരമായിരുന്നു. ഇത് കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ വേണം, എൻ്റെ വീട്ടിൽ ഒത്തിരി അനുഗ്രഹം കിട്ടുന്ന ഒരു അനുഭവം ഉണ്ടാകും. ഞാൻ അങ്ങനെ അതിനെക്കുറിച്ച് വിശദീകരിക്കും. പിന്നീട് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഇത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ്. പിന്നത്തെ അടുത്ത സ്റ്റെപ്പ് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവാനുഗ്രഹങ്ങൾക്ക് ചിലപ്പോൾ അത്ഭുതകരമായ ഇടപെടൽ ദൈവത്തിൽ നിന്നുണ്ടായിട്ടുണ്ടാകും. അല്ലെങ്കിൽ മറ്റുള്ളവർ സഹായിച്ചത് നമ്മൾ കുർബാനയിൽ പ്രാർത്ഥനയിലുണ്ടല്ലോ, എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ വ്യക്തിപരമായ എല്ലാ സഹായങ്ങൾക്കും സേവനങ്ങൾക്കും യേശുവിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും. പിന്നീട് മാതാവിൻ്റെ സ്തുതിക്കായിട്ടൊരു പാട്ട് പാടും. പാട്ട് പാടിക്കഴിഞ്ഞ് റിപ്പോർട്ട് വായിക്കും. റിപ്പോർട്ട് വായിച്ചിട്ട് അടുത്ത പ്രാർത്ഥന എവിടെയാണെന്ന് തീരുമാനിക്കും. പിന്നെ പൊതുവായിട്ട് എന്തെങ്കിലും പറയാം. പിന്നെ ഇതിനിടയിൽ ഞാനൊരു കാര്യം വിട്ടുപോയത്, ഈ വ്യാഖ്യാനം വരുമ്പോൾ പല ആശയങ്ങൾ വരുമല്ലോ. ചിലർ കാട് കയറിപ്പോൾ ചില അവസരത്തിൽ. അപ്പം ദുർവ്യാഖ്യാനം വന്നാൽ അതിനെ തിരുത്താൻ അച്ഛനുണ്ടോ? ശരിയായ വ്യാഖ്യാനം കൊടുത്താണ് ഇത് കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ അത് സുവിശേഷ വായനയും അതിൻ്റെ മനനവും അതിൻ്റെ തീരുമാനമാണ് ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ സവിശേഷത. ഇതിലൂടെ ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ സംഘടനകളെല്ലാം സജീവമായി. കാരണം ചോദിക്കും, മിഷൻ ലീഗിൽ ചേരാത്ത കുട്ടികളുണ്ടോ? യുവതി യുവാക്കളോട് ചോദിക്കും, ഈ SMIമിൽ ഉണ്ടോ? അന്ന് SUY എന്നായിരുന്നു. SUY. അപ്പോൾ അതെല്ലാം സജീവം. പിന്നെ പിതൃവേദി മാതൃവേദി, ഞാനാണ് ഒരർത്ഥത്തിൽ പറഞ്ഞ പലതിലെ പിതൃവേദി തുടങ്ങുന്നത്. ഈ രൂപത ഔദ്യോഗികമായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പിതാക്കന്മാരെ കൂട്ടി അവരെല്ലാം കൂടി അവർക്ക് ക്ലാസ്സുകളുണ്ട്, അവർ തന്നെ ചർച്ചകളുണ്ട്, പ്രോഗ്രാം അവതരിപ്പിക്കും. ഇപ്പോൾ 20 പേരുണ്ടെങ്കിൽ 20 പ്രോഗ്രാമുണ്ട്. അപ്പോൾ അതിലൂടെ ഒത്തിരി നേതൃത്വ വാസന അവർക്ക് കൊടുക്കാൻ സാധിച്ചു. വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. അപ്പം ഇടവകയിലെ സംഘടനകൾ സജീവമായി. തിരുനാൾ എല്ലാവരുടെയും സഹകരണത്തോടെ. അതുപോലെ ക്രിസ്മസിനൊക്കെ ഓരോ യൂണിറ്റിൽ നിന്ന് വലിയ മത്സരിച്ചാണ് പള്ളിയിലേക്ക് പാപ്പാമാരും പുൽക്കൂടും ഒക്കെ ഉണ്ടാക്കി ലോറിയിലൊക്കെ വരുന്നത്. ആഘോഷമാണ് ക്രിസ്മസ്, തിരുനാൾ, ധ്യാന അവസരങ്ങൾ എല്ലാം
ഈ ഇടവകയെ സജീവമാക്കാനായിട്ട് ഈ കുടുംബ കൂട്ടായ്മ, ഈ ബേസിക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്നത് ഏറെ എന്നെ സഹായിച്ചു. ഞാൻ അവസാനം വരെ ഇരുന്ന ഭരണകാലത്തു നിന്നാണ് ഞാൻ റിട്ടയർ ചെയ്യുന്നത്. അവിടെ വരെ ഞാനത് നേതൃത്വം കൊണ്ടുപോകാനായിട്ട് ഇത് ബാക്കിയുള്ള ഇടവകകൾക്കൊക്കെ ഒരു മാതൃകയായിട്ട് ഈ മുളങ്ങാട്ടിലച്ഛനൊക്കെ എന്നെ അരുവത്തറ വിളിച്ച് ക്ലാസ് എടുപ്പിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. കാരണം ഇങ്ങനെ ആരോ പറഞ്ഞു കേട്ടു സജീവമായിട്ട് പോകുന്നു എന്നുള്ളത്. പ്രാക്ടിക്കലായിട്ട് അത് ജീവിതത്തിൽ കൊണ്ടുവരുന്നോണ്ട് അതിന്റെ ഒരു ഭംഗി. ഇപ്പം അച്ഛൻ പറഞ്ഞില്ലേ, പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇപ്പം സജീവമായിട്ട് സംഘടനകളിൽ പ്രവർത്തിക്കുന്നു, ഇടപെടലുകൾ എല്ലായിടത്തും നടത്തുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം അതുകൊണ്ട് ഞാൻ പറയുന്ന വൈദികരോടും പള്ളിയോടും അല്ലെ, അതുപോലെ തമ്മിലും ഒക്കെ ഒരു വലിയൊരു സ്നേഹവും അടുപ്പവും. ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ഞാൻ അത് എൻ്റെ ഒരു വലിയ അനുഭവം. ഞാൻ ഇരുന്ന ഇടവകളിലല്ലാതെ അങ്ങനെ ഞാൻ മറ്റൊരു ഇടവകയിൽ, ഈ മണലിങ്കൽ ഇടവകയില മണലിൽ ഇടവയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അവിടെ വീടില്ലാത്തവരുണ്ടെന്ന് മനസ്സിലാക്കി. അപ്പം എനിക്ക് പള്ളി പണിതിൻ്റെ അനുഭവമൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു, വീടില്ലാത്തവരുടെ ലിസ്റ്റ് എടുത്തപ്പോൾ 29 വീടില്ലാത്തവരുണ്ട്, സ്ഥലമില്ലാത്ത ചുരുക്കം ചിലർ. അപ്പം കമ്മിറ്റി തീരുമാനിച്ച് എല്ലാവർക്കും വീട് പണിത് കൊടുക്കുക എന്നുള്ള തീരുമാനം. അതൊരു വലിയ അനുഭവമായിരുന്നു. തീരുമാനം എടുത്തു. അപ്പോൾ ഈ വീട് പണിയുടെ ഒരു പ്ലാൻ തയ്യാറാക്കി 2 മുറിയും കിച്ചനും ഒരു സിറ്റ് ഔട്ട്, പിന്നെ കൂടുതൽ വേണമെങ്കിൽ അവർ പിന്നീട് പണിയുക. ഇത് നമ്മൾ പള്ളിയിൽ നിന്ന് സൗജന്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കുക. അപ്പം ഇതിനാവശ്യമായ തടി ഇടവകയിൽ നിന്ന് മുഴുവൻ കിട്ടി, പെട്ടെന്ന് തന്നെ കിട്ടി. തടി കിട്ടി കഴിഞ്ഞു. പിന്നെ പള്ളിയുടെ പൈസ എടുത്താണ് ഈ തടി അർപ്പിക്കാൻ കൊണ്ടുപോയി. പിന്നീട് പറയാം. തടി എല്ലായിടത്തും വന്നു. അപ്പോൾ ആശാരിക്ക് ഇത് കോൺട്രാക്ട് കൊടുത്തു. ഒരു വീടിന് ഇത്ര രൂപ. അതെല്ലാം സംഭാവനയായിട്ട് കിട്ടി കേട്ടോ. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതാണ് മണലിങ്കൽ ഇടവകയില്ല, അത് തന്നെ ഒന്നുമല്ല, സിമ്പിൾ ആണെന്ന ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള ഒരു ഇടവക കേട്ടോ മണലിങ്കില്. അവിടെ ഒരു ഹൈസ്കൂളുള്ളത്. ഇതിനാവശ്യമായ സിമെന്റ് കട്ട അത് പന്നാന്തോട്ടിൽ പോയി എല്ലാ ഞായറാഴ്ചയും ഞങ്ങളൊരു 10-30 പേര് പോയി വാരിക്കൊണ്ട് വരും ലോറിയിൽ. മണല് അത് പള്ളിമുറ്റത്ത് കൊണ്ടുവന്ന് കൂട്ടും. വൈകുന്നേരങ്ങളിൽ ഈ ഞങ്ങളൊരു 10-40 ഈ നിരോധനം ഇല്ലാത്ത കാലം. അപ്പോൾ എല്ലാവരും കൂടും. അത് വേറെ ഒന്നിനും അല്ലല്ലോ, പാവപ്പെട്ടവർക്ക് വീട് കയറിയ. അപ്പം ഒരു 10-90 പേര് വരും വൈകുന്നേരങ്ങളിൽ ഈ സിമെന്റ് കട്ട പിടിക്കാൻ. 10-45 ഈ എൻ്റെ ഫ്രെയിം ഉണ്ടാക്കി വെക്കുന്നു മോഡ്. അത് വെച്ച് അപ്പോൾ ഇതിനാവശ്യമായ കട്ടൻ കാപ്പിയും ചെണ്ടൻ കാപ്പിയും സൗജന്യമായിട്ട് ഓരോ വീട്ടുകാരും തരും. അപ്പം അത് കൊടുത്ത് അങ്ങനെ അവിടെ തന്നെ സിമെന്റ് കട്ട പിടിച്ച് എല്ലാവരുടെയും സഹകരണമായിരുന്നു കേട്ടോ. എല്ലാവരും അതിനകത്ത് സഹകരിച്ച് ഈ വീടെല്ലാം വെച്ച് സിമ്പിളായിട്ട്, വലിയ പബ്ലിസിറ്റി ഒന്നും ഇല്ലാതെ എല്ലാം വെഞ്ചരിച്ച് തീർത്തത് ഈ കുടുംബ കൂട്ടായ്മയുടെ ഒരു ഫലമായിട്ട്, ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഞാൻ അതിനെ കാണുകയാണ്. അല്ല, 29 ഒരു ഇടവകയിൽ, ഒരു കുഞ്ഞിടവകയിൽ 29 പേർക്ക് സൗജന്യമായിട്ട്. പിന്നീട് അത് പോരാൻ നേരത്ത് ഒരു വീട് കൊടുത്ത് ഞാൻ 30 ആക്കി തേച്ചാ പോകുന്നത്. കാരണം ഇത് കഴിഞ്ഞപ്പോൾ ഒരു വീട് ഉണ്ടായി വന്നു. അത് എങ്ങനെ ചെറിയൊരു ഇതായിരുന്നു, ഷെഡായിരുന്നു. അത് നന്നായിട്ട് കൊടുത്തു. ഇപ്പോൾ ഒരു ദൂതും കൂടെ പറയാനുണ്ട്. എനിക്ക് തോന്നുന്നു എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ ഒരു ഇടവകയിൽ പരിസ്ഥാത്മാവ് കൊടുത്തൊരു ബോധ്യത്തിൽ അവിടെ വീടില്ലാത്തവർക്ക് വേണ്ടി തുടങ്ങിയതാണ്. പിന്നീട് എനിക്ക് തോന്നുന്നു ഇന്ന് മറ്റ് രൂപതകളിലും അതുപോലെ ലോകം മുഴുവനും ശ്രദ്ധിക്കപ്പെടുന്ന നമ്മുടെ മാർ ജോസഫ് കല്ലറിങ്ങാട്ട് പിതാവിൻ്റെ ഹോം പ്രോജക്റ്റ് അല്ലേ, അതിൻ്റെയൊക്കെ ആദ്യത്തെ ഒരു തുടക്കമായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാവുന്നതാണ്. പിന്നീട് ഈ മണലിങ്കൽ വീട് പണിതത് 91-96 കാലഘട്ടത്തിൽ ഈ കുടുംബ കൂട്ടായ്മ ഒരു പ്രത്യേക രീതിയിലാണല്ലോ. അച്ഛൻ്റെ തന്നെ ഒരു 7 സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ, അതേപോലെ തന്നെ ഇതേപോലെ ഇടവകയിൽ വീട് പണിത് കൊടുക്കുന്നു. ഇപ്പം ശരിക്കും നമ്മുടെ പിതാക്കന്മാരുടെ അല്ലെ പിതാവിൻ്റെ വലിയൊരു സപ്പോർട്ടും അല്ലെങ്കിൽ പ്രോത്സാഹനവും ഒക്കെ ഇതിനുണ്ടായിരുന്നു. പ്രോത്സാഹനം ഉണ്ടായിരുന്നു. വലിയ പ്രോത്സാഹനം ഉണ്ടായിരുന്നു. അന്നിങ്ങനെ ഇപ്പോഴത്തെ രീതിയിലുള്ള ഇങ്ങനെ വീട് പദ്ധതിയെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല അന്നത്തെ കാലത്ത്. പിന്നെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നു. 2000 അടുത്ത് വന്നപ്പോൾ പിന്നെ എൻ്റെ ചിന്ത ഈ പൗരോഹിത്യം ഇതൊരു കുറച്ച് അനുഷ്ഠാന ഇങ്ങനെ സാമൂഹ്യ പ്രവർത്തന അടിസ്ഥാനത്തിലാണ്, ആത്മീയതയിൽ വളരണം. അപ്പോൾ ഈ വരദാന ഫലങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്ത വന്നു എനിക്ക്. ബൈബിൾ കൂടുതൽ വായിച്ചും ധ്യാനിച്ചതിൻ്റെ വെളിച്ചത്തിൽ. അപ്പോൾ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ ഈ വരങ്ങൾ ഉപയോഗിച്ച് രോഗശാന്തി വരം,
പിശാചിനെ ബഹിഷ്കരിക്കുക, അതെ അതെ. അത്ഭുത പ്രവർത്തനങ്ങൾ ചെയ്ത്. അപ്പോൾ അത് വിശ്വാസത്തെ ആഴപ്പെടുത്തും. കാനായിലെ കല്യാണ വിരുന്നിൽ അത് വിശ്വാസത്തെ ആഴപ്പെടുത്താൻ വേണ്ടിയാണെന്നുള്ളത്. വിശ്വാത്ഭുതം പ്രവർത്തിച്ചു. അതുപോലെ ഓരോ അത്ഭുതത്തിൻ്റെ അതിൻ്റെ പശ്ചാത്തലം വിശ്വാസത്തിൽ ആഴപ്പെടുക, അത്ഭുതത്തിന് വേണ്ടിയല്ല. അപ്പം ഇതിനു വേണ്ടി ഞാൻ ധ്യാന കേന്ദ്രങ്ങളിലൂടെ അട്ടപ്പാടിയിലും അണക്കരയും അതുപോലെ മുരിങ്ങൂരും അവരെല്ലാം പോയി ഞാൻ ധ്യാനങ്ങളിൽ കൂടി. അപ്പോൾ അവിടെയും ഒരു സ്ട്രെസ് വന്നത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ വരദാന ഫലങ്ങൾ ലഭിക്കും. അപ്പോൾ ഈ വരങ്ങൾക്ക് വേണ്ടി ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. അച്ഛൻ തീർച്ചയായിട്ടും ഗിഫ്റ്റഡ് ആണ് അല്ലേ? എനിക്ക് ഈ അവിടെ തന്നെ ഈ കൗൺസിലിംഗ് സാക്ഷ്യം പറഞ്ഞു, അച്ഛന് വരം കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ 2-3 ഇടവുകളിൽ ഈ വരങ്ങൾ ഉപയോഗിച്ച് രോഗശാന്തി കൊടുക്കുമായിരുന്നു. ധാരാളം പേര് എൻ്റെ അടുത്ത് വരുമായിരുന്നു. പൈശാചിക ശക്തി അതിനെ ഒഴിപ്പിക്കാനായിട്ടുള്ള ശ്രമം, അങ്ങനെ ഒത്തിരി പ്രാർത്ഥിച്ചു. എന്തായാലും ഈ പുരോഹിതരുടെ പ്രാർത്ഥനയെ തന്നെ പറയുന്ന ദൈവത്തോടു കൂടി ആയിരിക്കാനും വചനം പ്രസംഗിക്കാനും തിന്മയെ ചെറുക്കാനും. അതെ. പക്ഷെ അങ്ങനെ അതിനകത്തൊരു പ്രശ്നം പിന്നെ വന്നത്, പിന്നീട് പോയി ഇപ്പം ഈ പാരിഷ് വർക്കും അഡ്മിനിസ്ട്രേഷനും ഇതിൽ ഒന്നിച്ചു പോകാതെ തോന്നും. ധ്യാന കേന്ദ്രത്തിൽ അത് മാത്രമേ ഉള്ളല്ലോ. ഇതൊക്കെ വരുമ്പോൾ ഇച്ചിരി വഴക്ക് പറയണം. അപ്പം അത് വരുമ്പം എനിക്ക് തോന്നി ആത്മീയത കുറവ് വന്നെന്ന്. എന്നാലും ഞാൻ മാസത്തിൽ 1 വെച്ച് എവിടെയെങ്കിലും പോയി ധ്യാനം കൂടുമായിരുന്നു. അത് നിലനിർത്താൻ നോക്കി. പിന്നെ ബൈബിൾ വായന, കൊന്തയുടെയൊക്കെ എണ്ണം കുറഞ്ഞപ്പോൾ എൻ്റെ ഈ വരദാന ഫലങ്ങളിലൊരു മങ്ങലേറ്റു. പിന്നെ അതെ, പിന്നെ മാതാവ് എൻ്റെ കൂടെയുണ്ട്. അത് ഈ കൗൺസിലിംഗിൽ പറയും, അച്ഛാ മാതാവ് അടുത്ത് നിൽക്കുന്നു. മാതാവിൻ്റെ ഭയങ്കര സംരക്ഷണമുണ്ട്. ഞാൻ 2 ഇടവുകളിൽ വലിയ കടമുള്ള ഇടവകളിലേക്ക് എന്നെ പിതാവാക്കി. മുത്തോലപുരത്തും ഭരണങ്ങാനത്തും. അത് ആ കടം വീടിയത് 2 വഴികളിലൂടെയാണ്. കൊന്ത ചൊല്ലിയും ആരാധന നടത്തി. 100 കൊന്ത വരെയും ചെല്ലിയ ദിവസങ്ങളുണ്ട്. ഞാനും അസിസ്റ്റൻ്റ് കൂടെ കൂടി പള്ളിക്ക് ചുറ്റും നടന്ന് ഇങ്ങനെ ചെല്ലി. അത് അത്ഭുതകരമായിട്ടാണ് ആ കടം വീടിയത്. പിതാവിനെല്ലാം അറിയാം. എന്നെ ഒത്തിരി അഭിനന്ദിക്കുകയും പലരോട് പറയുകയും ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകരോട് ഒരു ദൂത് പറയാനുള്ള സമയമായി. ഇപ്പോൾ അച്ഛനെ ഈ കാര്യം പറയുമ്പോൾ നമ്മൾ വിസ്മയിച്ചിരിക്കുകയാണ്. നമ്മൾ 1 കൊന്ത ചെല്ലാനായിട്ട് 2-3 കൊന്ത ചെല്ലാനായിട്ട് ഇവിടെ വളരെ ബുദ്ധിമുട്ടുമ്പോൾ അത് തൻ്റെ കൂട്ടത്തിലുള്ള അസിസ്റ്റൻറ്റ് വികാരിയും കൂടെ കൂട്ടിയിട്ട് 100 കൊന്ത ജപമാല, അത് മുഴുവനും തിരുവചനമാണല്ലോ. അപ്പോൾ അങ്ങനെ എന്തു പറയുന്ന തങ്ങളുടെ പ്രതിസന്ധികളിൽ ദൈവവചനം വെച്ച് മാതാവിൽ മധ്യസ്ഥം വഹിച്ചിട്ട് ഒരു വലിയൊരു അത്ഭുതം ഇടവക ജനത്തിന് വേണ്ടിയിട്ട്, രൂപതയ്ക്ക് വേണ്ടിയിട്ടൊക്കെ നൽകുന്ന അച്ഛൻ്റെ വാക്കുകൾ തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് വലിയൊരു മോട്ടിവേഷനാണ് അച്ഛാ. കാരണം 2 കാര്യങ്ങളാണ്. ഒന്ന് ദിവ്യകാരുണ്യവും അതേപോലെ തന്നെ ജപമാല ഭക്തിയും. അതിൽ കൂടുതൽ എന്നാ സന്ദേശം ഇടവക ജനങ്ങൾക്ക് അച്ഛന് കൊടുക്കാനുള്ളത് അല്ലേ? അച്ഛൻ ഇത്ര അനുഭവങ്ങൾ തുടർന്നോളൂ. ഈ ഭരണങ്ങാനത്ത് അതിൻ്റെ അവസാന പള്ളിയായിട്ട് വന്നത്. അപ്പോൾ ഭരണങ്ങാനത്ത് ഞാൻ ചെല്ലുമ്പോൾ ഒരു 3 കോടി രൂപ കടം ഒരു നിസ്സാരമാണ്, കാരണം വരുമാനമുള്ള പള്ളിയാണ്. പക്ഷെ അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു സിമിത്തേരി നവീകരിച്ചൊരു 100 ചില്ലുവാനം കല്ലറ, അതിൻ്റെ അനുവാദം കിട്ടിയില്ല. 8 വർഷമായിട്ട് കേസിലാണ്. പിതാവ് സിമിത്തേരി വെഞ്ചരിച്ചു, പക്ഷെ അടക്കാൻ ആർക്കും പറ്റുന്നില്ല. ഒരു 2-3 കേസുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ കേസിൻ്റെ മുന്നേ നിൽക്കുന്ന അവരുമായിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ അത് തീരുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി, തീരുകയില്ല. കേസ് അങ്ങനെ നീണ്ടു പോവുകയാണ്. 2 കേസുണ്ട്. അപ്പോൾ അവിടെയും ഞാൻ ആശ്രയിച്ച, അത് എനിക്ക് ധ്യാന കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയതാണ്. വിശുദ്ധ കുർബാന എഴുന്നള്ളി ചോദിച്ച് മണിക്കൂറുകൾ അവിടെ ഇരുന്ന് കരഞ്ഞങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവസാനം കൈക്കാരന്മാർ 4 പേരെയും കൂട്ടി സമയങ്ങളിൽ അവിടെ ഇരുന്ന് അൾത്താരയിൽ അവിടെ പോയിരുന്ന് ആരാധന. അത്ഭുതകരമായിട്ട് അനുവാദം കിട്ടി. അത് പറയാൻ പറ്റിയല്ലാത്തൊരു കാര്യമാണ്. അത്ഭുതം. കേസൊക്കെ ഉണ്ടായിരിക്കെ അത്ഭുതകരമായിട്ട് അതിൻ്റെ അനുവാദം കിട്ടി. അതെൻ്റെ ജീവിതത്തിലെ അവിടെ ഭരണങ്ങാന ഇടവക്കാരെ സംബന്ധിച്ചും അത് വലിയൊരു അത്ഭുതമാണ്. അത് ദിവ്യകാരുണ്യത്തിൽ നിന്ന് എനിക്ക് കിട്ടിയത്. ഇത് ഭരണജ്ഞാനം ഇടവകയെ സംബന്ധിച്ച് മാത്രമല്ല, ഈ ലോകത്തിൽ ഇപ്പോൾ ശലോം പ്രേക്ഷകരെ സംബന്ധിച്ചും വലിയൊരു സത്യമാണ് അച്ഛൻ പറഞ്ഞത്. ഒരു വൈദികൻ ദിവ്യകാരുണ്യത്തിൽ ആശ്രയിച്ച് ഹൃദയം നുറുങ്ങി കൊടുക്കുന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരവുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു എപ്പിസോഡ് ഈ അവസാനിപ്പിക്കാനുള്ളൊരു സമയമാകുന്നു. തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിൽ വലിയ വലിയ അത്ഭുതങ്ങളെക്കുറിച്ച്, ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച്, ഇടപെടലുകളെക്കുറിച്ച് തിരുവത്തച്ഛനിൽ നമുക്ക് കേൾക്കാവുന്നതാണ്.